മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്വന്തം പേര് സ്വർണ്ണലിപികളിൽ കുറിച്ച് ലോക റെക്കോർഡുകളുടെ പുസ്തകമായ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കേരളത്തിന്റെ മലയാളത്തിന്റെ അഭിമാനം ശ്രീ അജയ് കുമാർ. അഭിനയത്തിലൂടെ മാത്രമല്ല, ജീവിത പോരാട്ടങ്ങളിലൂടെയും എല്ലാവർക്കും മാതൃകയാണ് ഈ പ്രിയപ്പെട്ട താരം. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലൂടെ ലോകത്തിലെ ഏറ്റവും ഉയരക്കുറവുള്ള നായകനായി റെക്കോർഡ് സ്വന്തമാക്കിയ അദ്ദേഹം സംവിധാന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഹാസ്യവും ഹൃദയസ്പർശിയായ പ്രകടനങ്ങളും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരം ഇടം നേടിയ ശ്രീ അജയ് കുമാർ അഥവാ നമ്മുടെ സ്വന്തം പക്രുചേട്ടനെ നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. താങ്ക് യു. ആൻഡ് പക്രുചേട്ടൻ, നമ്മുടെ കുട്ടികളൊക്കെ കാത്തിരിക്കുവാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി. ഇന്നലെ മുതലേ അവർ വന്ന് ചോദിക്കുകയാണ് മീറ്റ് ദ സ്റ്റാർ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ ഇനി ചേട്ടൻ്റെ അടുത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെയാണോ? നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കളിയിൽ അല്പം കാര്യം 2 എന്ന അമൃത TV-യുടെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ സന്തോഷത്തിനിടയിലേക്ക്, നിങ്ങളുടെ കളിയിലേക്ക്, ചിരിയിലേക്ക്, ഇതിനിടയിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് കടന്നു വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വേദിയിലോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിൻ്റെ 2 കൈ കൂട്ടിയടിക്കുന്ന ആത്മാർത്ഥമായ ശബ്ദം, അതാണ് ഒരു കലാകാരന് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. ഭയങ്കര ചൂടാണ് അല്ലേ? പക്ഷെ ആ ചൂടൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? എങ്ങനെയുണ്ട് ക്യാമ്പ്? ഈ സൂപ്പറാണ് എന്നുള്ളതിനൊരു തെളിവുണ്ട്. ഒന്നുകൂടെ ഒരു കൈയടിയാവാം ഇഷ്ടമായെങ്കിൽ. കുട്ടികളോടൊപ്പം കൂടാനും കുട്ടികളോട് സംസാരിക്കാനും അവരിലുള്ള ഒരാളായി അവർക്കൊപ്പം ഇരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത, അതായത് നിങ്ങളുടെ ചേട്ടൻ ചെയ്ത ഒരു സിനിമ അത്ഭുതദ്വീപ് എന്ന സിനിമ ഏറ്റവും കൂടുതൽ കാണുകയും ഏറ്റെടുക്കുകയും ഞാൻ എന്ന കലാകാരനെ ഒരു പരിധിക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കുട്ടികളാണ്. ആ സിനിമ കണ്ട് വിജയിപ്പിച്ചതും കണ്ടതും ഇതുപോലെ കൈയടിച്ചതുമൊക്കെ. ഇപ്പം എത്ര വർഷങ്ങളായി അല്ലേ? 10-20 വർഷമായി. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ ബ്രദറോ അല്ലെങ്കിൽ അച്ഛനോ അല്ല അതുപോലെയുള്ള ആളുകളുടെ എല്ലാം അവരൊക്കെ ആയിരുന്നിരിക്കും ചിലപ്പോൾ. പക്ഷേ ആ സിനിമയുടെയൊക്കെ ആദ്യത്തെ കാഴ്ചക്കാർ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ എല്ലാവരും? താങ്ക് യു. അതൊരു വലിയ കാര്യമല്ല, ഇത്രയും ജനറേഷൻ ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴും ആ സിനിമ കാണുകയും ആ സിനിമ പ്രോത്സാഹിപ്പിക്കുക. ആ സിനിമയിലെ കഥാപാത്രം ഗജേന്ദ്രൻ എന്ന കഥാപാത്രമായിട്ടൊക്കെ ഇപ്പോഴും പല കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിലൊരു വലിയ സന്തോഷം. പിന്നെ ഈ ക്യാമ്പിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഈ അവധിക്കാലം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ വളരെ സന്തോഷവും അതിന് ശേഷം പിന്നീട് പയ്യെ വിരസത അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മധ്യവേനൽ അവധി എന്ന് പറയുമ്പോൾ അസാധ്യമായ ചൂടും അതുപോലെ തന്നെ പുറത്തിറങ്ങി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ പുറത്തിറങ്ങി കളിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊന്നുള്ള സാഹചര്യമില്ല. നമുക്ക് അകത്തിരുന്നാൽ പോലും ഇരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ഫലപ്രദമായി നമുക്ക് മുന്നിലേക്ക് വീണ് കിട്ടുന്ന ചില അസുലഭ അവസരങ്ങളുണ്ട് ഇല്ലേ? അത്തരത്തിലൊരു അവസരമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ക്യാമ്പിനെ കാണേണ്ടത്. ഞാൻ ആദ്യം തന്നെ ഈ ക്യാമ്പിലെത്തിയ എല്ലാ കുട്ടികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇത്രയും താല്പര്യപ്പെട്ട്, എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഈ ഒരു 2 ദിനത്തിൽ ഈ ഒരു സമയം വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ
ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം രീതിയിലാണ് നിങ്ങളെന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളിനി അങ്ങോട്ടുള്ള യാത്രയിൽ പല സ്ഥലങ്ങളിൽ പല പല പോയിന്റുകളിൽ നിങ്ങൾ മനസ്സിലായോ? അപ്പം ഞാനിവിടെ നിങ്ങളോടൊരു സംസാരിക്കാൻ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസംഗത്തിനോ ഒരു പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് എനിക്കിപ്പോൾ ഇന്ന് താല്പര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ്, ഒരു ഇൻട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. നിങ്ങളിൽ ചിലർക്കൊക്കെ ചേട്ടനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കൈപൊക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആദ്യം തന്നെ പറയാം. നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് ആദ്യം പറയേണ്ട കാര്യം അമൃത ടി വിയോടൊരു സ്നേഹമാണ്, ഒരു സന്തോഷമാണ് എൻ്റെ. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, അമൃതയിൽ വളരെ പോപ്പുലറായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഷോയാണ് കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ചിലർക്ക്. അപ്പോൾ അതിൽ ഒരു ഭാഗമായിട്ട് കുറേ വർഷക്കാലം ആ പ്രോഗ്രാമിൽ ഞാനും ഉണ്ടായിരുന്നു. അതിനുശേഷം പല പരിപാടികളിൽ അമൃതയുമായിട്ട് സഹകരിക്കാൻ ചേട്ടന് സാധിച്ചു. അങ്ങനെ ഈ കളിയിലല്പം കാര്യം എന്ന ഈ ഒരു പരിപാടിയിലും വരാൻ സാധിച്ചു. അതിൽ അമൃത ടി വിയുടെ ഈ പ്രോഗ്രാമിൻ്റെ സാരഥികളോട് പ്രത്യേകം എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്തു വേണേലും ചോദിക്കാം, കുസൃതി ചോദ്യമായാലും കുഴപ്പമില്ല. ഞാൻ എന്നെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കും. ചേട്ടൻ്റെ അനുഭവങ്ങൾ പറയാം, സംസാരിച്ചോളൂ. സാറിന്റെ ഒരു പടയില്ലേ റിംഗ് മാസ്റ്റർ എന്ന് പറയുന്നത്, ആ പടത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? റിംഗ് മാസ്റ്ററിലെ എക്സ്പീരിയൻസ് ഒരെണ്ണം പറഞ്ഞു തരാം. കാരണം നമുക്ക് അത് നിങ്ങൾക്കൊരു അറിവും കൂടി അറിയാൻ വേണ്ടി പറയണതാണ്. റിംഗ് മാസ്റ്ററിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊരു നായയുടെ കഥയാണ്. കുറേ പട്ടികളുണ്ട് അതിനകത്ത്, നായകളുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടോ റിംഗ് മാസ്റ്ററിൽ? ആ ഇൻട്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അത്രയും പൊക്കമുള്ള, അല്ല എന്നേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായ, അതിനെ ഇങ്ങനെ വായൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കഴുത്തിനിടയിൽ കൂടെ ഇങ്ങനെ കടന്നു വന്ന് ഇതാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. ബച്ചൻ കുഞ്ഞെന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഒരു അമിതാഭ് ബച്ചൻ സാറിൻ്റെയൊക്കെ ഒരു ഫിഗർ പോലെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ ഉള്ള ഒരു മേക്കപ്പൊക്കെയാണ് ആ സിനിമയിൽ. അങ്ങനെ നായയെ വകഞ്ഞു മാറ്റി ഹായ് എന്ന് പറയുന്നതാണ് എൻ്റെ ഷോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജർമ്മൻ ഷെപ്പേർഡാണ്. ഇങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോയി അതിനെ തള്ളി മാറ്റിയിട്ടൊക്കെ വരുമ്പം അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ യഥാർത്ഥ റിംഗ് മാസ്റ്റർ ഉണ്ട് അവിടെ, ഈ നായയെ പരിശീലിപ്പിക്കുന്ന ആളുണ്ട്. ആളോട് ചോദിച്ചു, ആളെങ്ങനെയാ, ആക്രമണകാരിയാണോ, കടിക്കുമോ? അങ്ങനെയെങ്കിൽ അവനൊരു സ്നാക്സായിട്ട് പോലും ഇല്ല നമ്മൾ, കാരണം അവൻ അത്ര വലിയ ഭയങ്കര ഒരു സാധനമാണ്. ഒന്നുമില്ല ചേട്ടാ, ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പം റിംഗ് മാസ്റ്റർ പറഞ്ഞല്ലേ, പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ധൈര്യമൊക്കെ എടുത്തു, ആക്ഷൻ പറഞ്ഞു. ഞാൻ പയ്യെ അവനെ തള്ളി മാറ്റി ഹായ് എന്ന് പറഞ്ഞു. ഷോട്ട് ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ മാറിയിരുന്നപ്പോൾ റിംഗ് മാസ്റ്ററിൻ്റെ അടുത്ത് വന്നു. ചേട്ടാ, ഞാൻ പറയാൻ വിട്ടുപോയി, കഴിഞ്ഞ ഒരു പടത്തിൻ്റെ സെറ്റിൽ 4 പേരെ കടിച്ചവനാണ് അവനെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. ഒറ്റ സമയത്ത് എൻ്റെ കണ്ണിൽ കൂടെ എന്തോ ഒരു വെള്ളിടി വെട്ടുന്ന പോലെ മനസ്സിൽ കൂടെ ഒരു പോക്കായിരുന്നു. കാരണം ഇദ്ദേഹം പറഞ്ഞ ധൈര്യത്തിലാണ് ഞാനത് ചെന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ആ ധൈര്യത്തിൽ കയറരുത്. കൃത്യമായിട്ട് അതിനെ നിരീക്ഷിച്ച് അതിൻ്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കുറച്ച് സമയമെടുത്തതിന് ശേഷമേ ഈ നായ അല്ലെങ്കിൽ ആന അല്ലെങ്കിൽ ആക്രമണകാരിയായിട്ടുള്ള ഏത് മൃഗത്തിൻ്റെ അടുത്തേക്കും ചെല്ലാവുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ് കേട്ടോ. ചേട്ടൻ്റെ ഇത്ര നാളത്തെ ഈ സിനിമ കുറെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു സിനിമയുടെ എക്സ്പീരിയൻസ് ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമ പറയാമോ? അപ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറയേണ്ടൊരു സിനിമ ഇളയരാജ എന്നൊരു സിനിമയാണ്. ആ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. ആ സിനിമയിൽ ഞാനൊരു കപ്പലണ്ടി വിൽപ്പനക്കാരനാണ്. ഒരു 4 ചക്രമുള്ള
ഒരു ചെറിയൊരു റിക്ഷ വണ്ടി കപ്പലണ്ടി വിൽക്കുക. മക്കൾ 2 പേരാണ്, ഒരു മോനും മോളുമാണ് അച്ഛനെ തള്ളിക്കൊണ്ട് നടക്കുന്നത്. അവർ തൃശ്ശൂർ റൗണ്ടിൽ കച്ചവടം ചെയ്യുന്ന അത്തരത്തിലുള്ള വനജൻ എന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതാണ്. ആ സിനിമയുടെ സംവിധായകൻ നമ്മുടെ അപ്പോത്തിക്കിരിയൊക്കെ സംവിധാനം ചെയ്ത മാധവ് രാംദാസ് സാറായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ് അത്ഭുത ദ്വീപ്. അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അത് ചിലപ്പോൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എന്നാൽ പോലും കുട്ടികളായ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മോട്ടിവേഷണൽ ഫിലിമാണ് ഇളയരാജ. എൻ്റെ പേര് ഇതൾ. ഞാൻ 3ലേക്കാണ് കയറുന്നത്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. സാറ് ചെയ്തിരിക്കുന്ന പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? അതിനു മുമ്പ് ഇതളിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഏത് പൂവിൻ്റെ ഇതളാണ്? അത് എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ. എന്നാ ഞാൻ പറയുക, ആ, ഞാൻ ഏതിന്റെ പൂവിന്റെ ഇതളാ. അതുകൊണ്ട് എനിക്ക് ആ ഇതളുടെ പൂവാന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ളൊരു പൂവ് ഏതായിരിക്കും? താമര. ആ, ഓക്കെ. അപ്പൊ താമരയുടെ ഇതളായിട്ട് ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചിരിക്കുന്നു. പോരെ? ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സാറേ ചെയ്തിരിക്കുന്ന സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാന്ന്? ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. മിക്കവാറും ചെയ്ത സിനിമകളിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇളയരാജയിലെ വനജൻ എന്ന ക്യാരക്ടർ, അത്ഭുത ദ്വീപിലെ ഗജേന്ദ്രൻ എന്ന ക്യാരക്ടർ, മൈ ബിഗ് ഫാദറിലെ അച്ഛൻ, ജയറാമേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. പിന്നെ 1-2 തമിഴ് സിനിമകൾ ചെയ്തിരുന്നു ചേട്ടൻ. അതിനകത്ത് ഡിഷ്യൂം എന്ന് പറഞ്ഞ പടത്തിനകത്ത് അമിതാഭ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു. അതിലൊരു തമിഴ്നാട്ടിൽ നിന്നൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയൊരു സിനിമയായിരുന്നു. അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന, അല്ലെ ഈ ഒരു കഥാപാത്രത്തോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ മാത്രം അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനോടും പ്രത്യേക ഇഷ്ടമുണ്ട് എനിക്ക്. കേട്ടോ? പേര് പറഞ്ഞു. ദിയ. ആ, ഞാൻ പഞ്ചിക്കാടുന്ന് വരുന്നു. ആ, ശാന്തിയില്ലേ, പട്ടണത്തിലെ ഭൂതത്തിനകത്ത് എക്സ്പീരിയൻസ് എന്തായിരുന്നു? പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്, സർട്ടിഫിക്കറ്റ്. അന്ന് ആ സർട്ടിഫിക്കറ്റ് വരുന്നത് ആ ലൊക്കേഷനിലേക്കാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ. അപ്പോൾ ഒരു റെക്കോർഡ് കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമില്ലേ? അതിലേറെ സന്തോഷമായിരുന്നു ആ റെക്കോർഡ് എനിക്ക് തന്നത്. ആ റെക്കോർഡ് എനിക്ക് സമ്മാനിച്ചത് നമ്മളുടെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയായിരുന്നു. അപ്പോൾ ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളിൽ ആദ്യം ചോദിക്കുമ്പോൾ വരുന്ന ഓർമ്മ എന്ന് പറയുന്നത് അതാണ്. ഈ റെക്കോർഡ് ആ ലൊക്കേഷനിലേക്ക് വരുന്നതും ഇക്കയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ പറ്റിയതും പിന്നീട് ഗിന്നസ് പക്രുവായി നമ്മുടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തതുമൊക്കെ ഈ പട്ടണത്തിൽ ഭൂതത്തിൻ്റെ സെറ്റ് വെച്ചിലായിരുന്നു. അതും കുട്ടികളുടെ ഒരു സിനിമയായിരുന്നു. ഒരുപാട് കുട്ടികൾ കണ്ടിഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇപ്പോഴും ചാനലിൽ വരുമ്പോൾ കുട്ടികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഓ സാറ് അത്ഭുത ദ്വീപ് എന്ന സിനിമയിലൂടെയാണ് സാറ് പ്രശസ്തനായത്. അതിനു മുമ്പ് സാറിന്റെ സിനിമാ ജീവിതം എങ്ങനെയായിരുന്നു? അത്ഭുത ദ്വീപിന് മുമ്പ് സിനിമാ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ഈ അമ്പിളിയമ്മാവൻ എന്ന് പറഞ്ഞ സിനിമയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചതിന് ശേഷം പിന്നെ ഒരു 3-4 സിനിമകളെല്ലാം ചെയ്തു. അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, വലിയ വലിയ റോളുകളൊന്നുമല്ലായിരുന്നു. പക്ഷേ ഒരു നടൻ എന്നുള്ള നിലയിൽ എന്നെ തിരിച്ചറിഞ്ഞ സിനിമയാണ് ലോഹിതദാസ് സാറ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന സിനിമ, ദിലീപേട്ടൻ്റെ കൂടെ. ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഹിറ്റ് സിനിമകളിലൊന്ന് ജോക്കറായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നല്ല സിനിമകളുടെ അല്ലെങ്കിൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അതാണ് മീശ മാധവൻ, കുഞ്ഞിക്കൂനൻ, അങ്ങനെ കുറേ പടങ്ങൾ. അതിന് ശേഷമാണ് അത്ഭുത ദ്വീപ് സംഭവിച്ചത്. എൻ്റെ പേര് സാത്വിക കെ നായർ. ഞാൻ പനച്ചിക്കാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ഇനി 6ലോട്ട്. സാറിന് ആക്ടിങ് അല്ലാതെ വേറെന്തെങ്കിലും പ്രൊഫഷൻ താല്പര്യമുണ്ടായിരുന്നോ? ഡയറക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ലഘു നാടകങ്ങളൊക്കെ എഴുതി സംവിധാനം ചെയ്യാമായിരുന്നു. ചുരുക്കത്തിൽ അതുപോലെ തന്നെ നമുക്ക് സ്റ്റേജ് ഷോകളുടെയൊക്കെ ഭാഗമാകാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളും സ്കൂൾ യുവജനോത്സവങ്ങളിലുമൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്.
അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആക്ടിംഗ് എന്ന് പറയുന്നതാണ്, അല്ല ഒരു ആക്ടർ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ശാഖകളുണ്ട്. ആ ഏതെല്ലാം ശാഖകളിലും കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും, അതിലൂടെ എല്ലാം പോകാൻ ചേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇപ്പം ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിനോട് കണക്ട് ചെയ്ത് പറയാനുള്ളൊരു കാര്യം, മിക്കവാറും കുട്ടികൾ എല്ലാവരും തന്നെ കൂടുതൽ സമയവും ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് മൊബൈൽ കയ്യിൽ വെച്ച് മൊബൈലുമായിട്ടുള്ള പരിപാടികളിലായിരിക്കും. അപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾക്കിടയിൽ അധികം ക്ഷമയില്ല, ക്ഷമ കുറഞ്ഞു വന്നിരിക്കുന്നു. അവർ കൂടുതലും ഈ റീൽസൊക്കെ, അതായത് 30 സെക്കൻഡ് 1 മിനിറ്റ് തുടങ്ങിയിട്ടുള്ള റീൽസുകൾ കാണാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടുതൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റിക്കണ്ട് ഒന്ന് നടന്ന് സമാധാനമായിട്ട് മൈൻഡ് ഒന്ന് കൂളാക്കാൻ, അല്ലെ റിലാക്സ് ആക്കാനുള്ള ഒരു ശ്രമം പോലും ഇല്ലാതെ കുട്ടികൾ മൊബൈൽ എടുത്ത് വെച്ച് അങ്ങനെ നീക്കി പല കാര്യങ്ങൾ കണ്ടുപോകുന്നു. ചിലർ കാർട്ടൂണുകൾക്ക് അഡിക്റ്റ് ആവുന്നു, ചില കൊറിയൻ സിനിമകളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ഷമ നശിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് കൂടും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തിനോടും റിയാക്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിലെ രക്ഷിതാക്കളാണെങ്കിൽ ആരെങ്കിലും അതൊന്ന് താഴെ വെക്കടാന്ന് പറഞ്ഞാൽ അവരോട് പെട്ടെന്ന് ദേഷ്യം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ടെൻഷൻ. ചിലരൊക്കെ മൊബൈലൊക്കെ എടുത്ത് എറിഞ്ഞു കളയും. നമ്മൾ ഈ ചില വാർത്തകളൊക്കെ കണ്ടിട്ടില്ലേ, മൊബൈൽ മാറ്റിവെക്കടാന്ന് പറഞ്ഞതിൽ സൂയിസൈഡ് ചെയ്ത കുട്ടികൾ വരെയുണ്ട്. ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ദേഷ്യം വന്നിട്ട്. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഈ ക്ഷമയില്ലായ്മയാണ്. നമ്മളെല്ലാ കാര്യത്തിനെയും വളരെ ശാന്തതയോടുകൂടി നന്നായിട്ട് ആലോചിച്ച് എല്ലാ കാര്യത്തിനും ഒരു സമയം കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, ഒരു സമാധാനം. നല്ല പുസ്തകങ്ങൾ വായിക്കാനോ, അല്ലെങ്കിൽ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാനോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളുടെ, നമുക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടാത്ത മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പല കുട്ടികൾക്കും ചില വിമുഖതകളാണ് കാണുന്നത്. ചില കുട്ടികൾക്ക് ഇത്തരം ക്യാമ്പുകളിൽ പോകുന്നത് പോലും ഇഷ്ടമല്ല, കാരണം അത്രയും നേരം ഇരിക്കാനുള്ള ക്ഷമയില്ല. പക്ഷെ നിങ്ങൾക്ക് അതുണ്ട് എന്ന് ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് 10, 15, 20 കുട്ടികൾ ഒരാൾക്കുണ്ടാവും, ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ക്യാമ്പിൻ്റെ ഒരു സതുദ്ദേശം, അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു വെളിച്ചം നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളത് പ്രകാശമായി പകർത്തി കൊടുക്കണം. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഞാൻ ഒരു വേദിയിൽ നിന്നേ പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം വന്ന സമയത്ത് ചെറിയൊരു സ്കൂളിൽ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. എന്നെക്കാളും കുറച്ചുകൂടി പൊക്കമുണ്ട്. എൻ്റെ തോളത്തൊക്കെ കൈയിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു. സത്യം പറയല്ലോ, നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു, നല്ല ഫ്രെയിം. അധികം സമയമൊന്നും എടുത്തില്ല, ഇങ്ങനെയൊന്നും മാറ്റാനൊന്നും നോക്കിയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ തിരിച്ച് എന്നോട് ചോദിക്കുക, നീ എത്രയിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ഞെട്ടി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ എത്രയിലാ? ഞാൻ UKG. അങ്ങനെയാണ് ഞാൻ LKG എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക, ഡൗട്ട്ഫുള്ളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുക, നിനക്കെന്നാ ഒരു അച്ഛൻ്റെ മുഖം എന്ന് ചോദിച്ചു. അതായത് എൻ്റെ ഫേസും ഒരു കുട്ടിയായിട്ട് വരുന്നു. അപ്പം ഞാൻ ഇവനെ പറ്റിക്കുക എന്നുള്ളത് ഓൾറെഡി അവന് മനസ്സിലായി. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണെന്നറിയോ, ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ, അതായത് നിങ്ങളെയൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായിട്ട് ചിന്തിക്കുന്ന, നല്ല ചിന്താധാരയുള്ള, നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള കുട്ടികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകണം. ശരിയായ രീതിയിലുള്ള, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ആ വഴിയിലൂടെ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ വിശ്വപൗരന്മാരായി നിങ്ങൾ മാറും.
നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ അഭിമാനങ്ങളാവുന്ന കുട്ടികളായി നിങ്ങൾ മാറും. അടുത്ത ചോദ്യം. എൻ്റെ പേര് അതിഥി രതീഷ്. ഞാൻ പനച്ചിക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലോട്ടാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. സാർ ഒത്തിരി സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അതിലേറ്റവും നല്ല ക്യാരക്ടർ കിട്ടിയത് ഏത് സിനിമയിലാണ്? തീർച്ചയായിട്ടും അത്ഭുത ദ്വീപിലെ ക്യാരക്ടർ, മൈ ബിഗ് ഫാദറിലെ ക്യാരക്ടർ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയൂ ഞാൻ എത്ര പടത്തിൽ, മലയാള പടത്തിൽ മെയിൻ റോൾ ചെയ്തിട്ടുണ്ടെന്ന്? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? അതുണ്ട്. അല്ല, ഏകദേശം ഒരു എണ്ണം പറഞ്ഞാൽ മതി. ഒരു 25. ഒയ്യോ, അത്രയൊന്നുമില്ല. ഞാൻ പറയാം, ഒരു 10 സിനിമയിലധികം ചേട്ടൻ മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. തമിഴിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു മിക്ക കഥാപാത്രങ്ങളും നല്ല ക്യാരക്ടേഴ്സാണ്. അങ്ങനെ ഒരു ഭാഗ്യം ചേട്ടൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരി, ഇനി അടുത്ത. എൻ്റെ പേര് അൻഷിക നായർ. ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. അപ്പം സാറ് പാട്ട് പാടുമെന്ന് കേട്ടു. ഒരു കുഞ്ഞു പാട്ട് പാടിത്തരുമോ നമുക്ക് വേണ്ടി? ഞാൻ പാടാം. പക്ഷെ നിങ്ങൾ ഡാൻസ് ചെയ്യാൻ അറിയാവുന്നവരാരൊക്കെ ഉണ്ടെന്ന് കൈവരിക്കും. ദൈവമേ, എല്ലാവരും ഡാൻസുകാരാണോ? മാവിന്റെ കൊമ്പത്തിരിക്കുന്ന മഴ പോലത്തെ മങ്കപ്പണ്ണ എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എന്താ കൊമ്പത്തെ തത്തപ്പണ്ണ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന മഴ പോലത്തെ മങ്കപ്പണ്ണ എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എന്താ കൊമ്പത്തെ തത്തപ്പണ്ണ. ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തും തെറിച്ചു തുള്ളണം മിണ്ടാപ്പൻ. തട്ടാളി മുട്ടുമുട്ടട മുട്ടാളി തട്ടിക്കൊടെ മുട്ടിക്കൊടെ മുട്ടി തട്ടിക്കൊടെ തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന പമ്പഴം പോലത്തെ പന്തപ്പെണ്ണ എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എന്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തും തെറിച്ചു തുള്ളണം മിണ്ടാപ്പൻ. എല്ലാരും നല്ല സ്ട്രോങ് ആയിട്ട്. കൈ മോളി. അങ്ങനെ ഇന്നലെ സ്വപ്നത്തിലെ കണ്ടുമുട്ടിയ കള്ളിപ്പെണ്ണെ സ്വപ്നത്തിൽ നിന്നെ കാണാൻ ഇറങ്ങി വന്നോളെ. കടലിലെ കരിങ്കടലിലെ കറുകറുത്തൊരു മുത്തെടുത്ത് നിനക്കായി കോർത്തെടുത്തത് കഴുത്തിലിട്ടോട്ടെ. വലയിൽ കുരുങ്ങി കെട്ടിയ മീനെ പൊന്മീനെ വാൽ കണ്ണെഴുതി വന്നൊരു മാനെ പൊന്മാനെ മെല്ലെ കുലുങ്ങി കുലുങ്ങി ഇറങ്ങി വന്നാട്ടെ. തട്ട് തട്ടട തട്ടാളി മുട്ടുമുട്ടട മുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊടെ മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന മാമ്പഴം പോലത്തെ മങ്കപ്പണ്ണ എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എന്താ കൊമ്പത്തെ തത്തപ്പണ്ണ. താങ്ക് യു, താങ്ക് യു. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിനി ഗാനമേള ട്രൂപ്പിലൊക്കെ പോകേണ്ടി വരുമോ? എന്തായാലും ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. കാരണം ഞാനൊരു വലിയ പാട്ടുകാരനൊന്നുമല്ല. പക്ഷെ ഇവിടുത്തെ ക്യാമ്പിലെ കുട്ടികൾ, നിങ്ങളുടെ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്, സൂപ്പറാണ്, കിടിലനാണ്. ചേട്ടാ, ഈ ഒരു അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു മോൻ നമുക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു താങ്ക്സ് അറിയിക്കാനായിട്ട് ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോനെ ഈ ഒരു സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്, പ്ലീസ്. എന്തായിരുന്നു ആ കാർഡ്? എന്തായിരുന്നു അതിൽ എഴുതിയത്? ഒന്ന് കാണട്ടെ. ആ, പേരെന്താ മോനെ? സഞ്ജീത്ത്. സഞ്ജീത്. സഞ്ജീവ് എഴുതിയിരിക്കുന്നത് താങ്ക് യു ഫോർ ഓർഗനൈസിംഗ് ദിസ് amazing summer camp. അങ്ങനെയാണോ? മോനിത് എപ്പോ വരച്ചതാണ്? ഇന്ന് രാവിലെ.
അല്ല, ഇന്ന് അമൃതയുടെ ലോഗോ ഉണ്ട്, അമൃത ടിവിയുടെ ലോഗോ ഉണ്ട്, നല്ലൊരു ചേട്ടാ പൂവൊക്കെ ബാക്കിലും ഉണ്ട് കണ്ടോ, അവൻ ഇരുന്ന് TV കാണുന്നത്, അമൃത TV കാണുന്നത്. ദാ. ആ TV-യിൽ ഞാൻ അത്ഭുത ദീപാ കണ്ടോ. താങ്ക് യു സോ മച്ച്. ഒരു ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെ ചെയ്ത്, അതും ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ആയിട്ട് ചെയ്തതാണോ? അടിപൊളി. ഈ ഒരു എഫേർട്ട് ഒന്നും പറയാനില്ല. പേരെന്തായിരുന്നു മോന്റെ പേരെന്നാ? സഞ്ജിത്ത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. സഞ്ജിത്തിന് ഈ ക്യാമ്പിൽ വന്നപ്പോൾ അതിൽ നിന്നുള്ളൊരു സന്തോഷത്തിൽ നിന്ന് സഞ്ജീവിൻ്റെ കഴിവ് തെളിയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുപോലെ വരയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് ചിന്തിച്ച് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാമെന്ന് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് മനോഹരമായ ഒരു കാർഡ് അല്ല ഒരു ചിത്രം സഞ്ജിത്ത് ചെയ്തിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സഞ്ജിത്തിനൊരു വലിയ അവസരം കിട്ടി. അത് ഈ വേദിയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ പ്രതികരണങ്ങളും, മനസ്സിലായില്ലേ? അതാണ് കുട്ടികളായ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്കുള്ളിലുള്ള കഴിവുകൾ എന്താണോ അതിനെ പ്രകടിപ്പിക്കാനും അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏത് വേദി കിട്ടിയാലും, അതൊരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണായിരിക്കും, ഒരു നല്ല റീലായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റായിരിക്കും, അതിന് കിട്ടുന്നൊരു റീച്ച്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പണിങ്, അങ്ങനെ ഏതെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പം നടന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം സഞ്ജിത്തിന്. താങ്ക് യു സഞ്ജീവ്, താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ്? ഒരാൾക്കൊരു അവസരമുണ്ട്. എൻ്റെ പേര് അയോണ, ഞാൻ കറവച്ചാലി വരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലോട്ടാണ്. ചേട്ടന് ഈ എങ്ങനെയായി ഇത്രയും പൊക്കം കുറഞ്ഞു പോയത്? അതിനുള്ള ചോദ്യം എങ്ങനെയാണ് പൊക്കം കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ചപ്പോഴേ ഇങ്ങനെയായിരുന്നു, ജന്മനാലേ ഇങ്ങനെയായിരുന്നു, ഉയരം കുറവായിരുന്നു. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് ചേട്ടൻ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് വിഷമിച്ചിരുന്നില്ല. ചേട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആയിരുന്നാലും നമ്മൾ വെറുതെ അങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പാടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരു വലിയൊരു അവസരം കിട്ടി. ആദ്യമായിട്ട് സ്കൂളിൽ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അന്ന് ചേട്ടൻ ചെയ്തത് കഥാപ്രസംഗമായിരുന്നു. അത് നന്നായി, അതിന് സമ്മാനം കിട്ടി. അവിടെ നിന്ന് പിന്നെ ചേട്ടൻ്റെ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എല്ലാവരിലും പല തരത്തിലായിരിക്കും. പക്ഷെ ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ അടങ്ങാത്തൊരാഗ്രഹം, ഇച്ഛാശക്തി, നമുക്ക് നമ്മളിലുള്ളൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് അല്ല, നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ നിശ്ചയമായ ഒരു കോൺഫിഡൻസും കൂടെ വെച്ചിട്ട് നമ്മൾ മുന്നേറണം. നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നുമില്ല, നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ കുട്ടികളെല്ലാവരും കളിക്കണം, ചിരിക്കണം, പഠിക്കണം. ഒപ്പം തന്നെ സമൂഹത്തിന് എന്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. മിടുമിടുക്കന്മാരായി മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടി അമൃത ടിവിയോട് പ്രത്യേകം സന്തോഷം അറിയിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ, ശുഭപ്രതീക്ഷയോടെ, ഈ ക്യാമ്പിൽ നിന്ന് കിട്ടിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾക്കിനിയുള്ള ജീവിതയാത്രയിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. നമ്മുടെ കുട്ടികൾ ഒരുപാട് ആസ്വദിച്ചു ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ അവർ ഒത്തിരി ആസ്വദിച്ചാണ് ഓരോ ചോദ്യങ്ങളും ചേട്ടനോട് ചോദിച്ചത്. ചേട്ടന് ഒരുപാട് നല്ല രീതിയിൽ അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു. നമ്മൾ ഇനിയും നമ്മുടെ വേദിയിൽ കൂടുതൽ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.